ജിം എന്തൂസിയസ്റ്റ് ആയ ഒരു ഡോക്ടറുടെ ഒരു ദിവസം എങ്ങനെയാണെന്നറിയോ? ബാ രാവിലെ 5 മണിക്ക് എണീറ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എവിടെയോ ഒരു മടി. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലിരുന്ന ഒരു എനർജി ഡ്രിങ്ക് എടുത്ത് കുടിച്ച് നേരെ സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത ദിവസം തീരുമാനിക്കുന്നത് നമ്മൾ തലേന്ന് കിടന്നുറങ്ങിയ സമയമാണ്. തലേന്ന് നേരത്തെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, നെക്സ്റ്റ് ഡേ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. വർക്കൗട്ടും പോസിങ്ങും എല്ലാം കഴിഞ്ഞ് അന്നത്തേക്കുള്ള ചിക്കൻ എല്ലാം നന്നായിട്ട് മസാല പുരട്ടി എയർ ഫ്രയറിൽ കയറ്റി പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ്റെ മണിയടിച്ച് വെന്ത ചിക്കൻ എടുത്ത് അത്യാവശ്യം വേണ്ട 3 നേരത്തേക്കുള്ള മീലെല്ലാം പ്രിപ്പ് ചെയ്ത് എല്ലാവർക്കും ഒരു ഗുഡ് ബൈയും പറഞ്ഞ് സ്ട്രെയിറ്റ് ടു ഹോസ്പിറ്റൽ. അറൗണ്ട് 30 മിനിറ്റ്സ് ആണ് ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര. ഹോസ്പിറ്റലിലെത്തി പേഷ്യൻസിനെ എല്ലാം കണ്ട് കൃത്യമായ സമയങ്ങളിൽ ആഹാരം കഴിക്കാതിരുന്നാൽ വയറിൽ അൾസർ വരുമെന്ന് പറഞ്ഞൊരു പേടിയുടെ ശേഷം ഞാൻ ആഹാരം കഴിച്ച സമയം കൃത്യം 3 മാസത്തിനകത്ത് നീറ്റ് PG എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഓൺഗോയിങ് പ്രിപ്പറേഷനിലാണ്. പേഷ്യൻസ് ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിലായിരിക്കാം ഒരുപക്ഷെ എനിക്ക് എക്സാം പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വൈകുന്നേരത്തെ സ്നാക്ക് എടുക്കാൻ മറന്നുപോയി. ഒരു പ്രോട്ടീൻ ബാർ വാങ്ങി അത് അഡ്ജസ്റ്റ് ചെയ്തു. സമയം കൃത്യം 10 മണി. ആയുധങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 40 മിനിറ്റ് യാത്രയുണ്ട് വീട്ടിലേക്ക് പറയും. എടുത്തുപോയ തീരുമാനങ്ങളുടെ വിലയിരുത്തലും ഭാവിയെപ്പറ്റി എല്ലാം ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള രാത്രി യാത്രകൾ തന്നെയാണ്. അങ്ങനെ വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കി കാത്തിരുന്ന അമ്മയെ വിഷമിപ്പിക്കാതെ രാത്രി ആഹാരം കഴിച്ച് പ്രോട്ടീനെ ലോഡ് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള സൈക്കിൾ പിന്നെയും തുടങ്ങി.